ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെ പറ്റിയും അതിനുള്ള കാര്യങ്ങളാണ് ആചാര്യ ടി വിയിലൂടെ പറയുന്നത്. അപ്പോൾ ആചാര്യ ടി വിയിലൂടെ ഈ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹിന്ദുക്കളുടെ ചില ആചാരവിശേഷങ്ങളാണ് ഇത്. ഇന്നത്തെ എൻ്റെ വിഷയം ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. അതായത് ദൈവത്തിന് കൊടുക്കാനെന്ന് പറഞ്ഞാൽ കൊടുക്കണം, ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കണമെന്ന്, അതാണ് എൻ്റെ അർത്ഥം. ഉഗ്രരൂപിണികളായ ദേവതകൾക്ക് വഴിപാട് വെച്ച് താമസിപ്പിക്കരുത്. വഴിപാട് നേരും, അത് കൃത്യസമയത്ത് കൊടുക്കൂല, കാര്യം നടന്നാലും കൊടുക്കൂല, ഇല്ലേ? അപ്പോൾ അത് ദോഷം ചെയ്യും നമുക്ക്. ഉഗ്രരൂപിണികളായ ദേവതകൾക്ക് വഴിപാട് താമസിപ്പിക്കരുത്. ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്രഗോപികളുമാണ് ചില ദേവതകൾ. ചില ദേവതകൾ ക്ഷിപ്രപ്രസാദികളാണ്, അതേപോലെ ക്ഷിപ്രഗോപികളുമാണ്. അനാവശ്യ വഴിപാട് നമ്മൾ നേരരുത്. അനാവശ്യമായി ചിലർക്ക് ചില കാരണന്മാർ, അതായത് മുതിർന്ന കുടുംബാംഗങ്ങളുള്ള പലരും ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പിള്ളേർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർക്കെങ്കിലോ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നേരുമ്പോൾ ഉടനെ തന്നെ ഒരു വഴിപാട് അങ്ങോട്ട് നേരും. ഭഗവാനെ, കുടുംബപരദേവതയെ, നമുക്ക് അത് ഒന്നും ഇല്ലാതിരിക്കണേ, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരണേ എന്നൊക്കെ പറഞ്ഞ് അവർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴിപാട് ദേവതമാർക്ക് നേരും. എന്നിട്ടാ അത് സമയത്തിന് കൊടുക്കൂല. അനുഷ്ഠിക്കാൻ കഴിയുന്നതേ നമ്മൾ ചെയ്യാവൂ, നമ്മൾ പറയാവൂ. നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നതേ നമ്മൾ കൊടുക്കാൻ നേരാൻ പാടുള്ളൂ. അല്ലാതെ നമുക്കുള്ള കൊണ്ട് എടുത്താൽ പൊങ്ങാത്തതൊന്നും നമ്മൾ നേരരുത്. ചിലവർ ഇങ്ങനെ പല ശബരിമല മല കയറ്റാം, അല്ലെങ്കിൽ പഴനി മല കയറ്റാം എന്നൊക്കെ പറഞ്ഞ് പല കുഞ്ഞുങ്ങളൊക്കെ ഇത് ചെയ്യും. അവർക്ക് അപ്പം ആ സമയത്ത് അവർക്ക് പ്രായമാകുമ്പോൾ അവരെ കൊണ്ടുപോകണ്ടേ? അതേപോലെ തന്നെ മറ്റ് ചില വഴിപാടുകളൊക്കെ നേർന്ന അതേപോലെ ആ സമയത്ത് അവർ നടത്തണ്ടേ? ഇന്ന് നടത്തൂല. അപ്പോൾ ചിലവരാണെങ്കിൽ അത് മറന്നുപോകും, വഴിപാട് നേർന്നാൽ മറന്നുപോകും. വിട്ടുമാറാത്ത ചില ദുർനിമിത്തങ്ങളും ദോഷങ്ങളും വന്നുകൂടും. ഇതുമൂലം എന്താണ് ആ കുടുംബത്തിന്? വിട്ടുമാറാത്ത ചില ദുർനിമിത്തങ്ങളും ദോഷങ്ങളും വന്നുകൂടും. ഒരു ചൊല്ലില്ലേ, ആശ കൊടുക്കരുതെന്ന്. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയും, അല്ലേ? അതേപോലെ തന്നെ ദേവതമാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കണം, വെറുതെ അവരെ ആശിപ്പിക്കരുത്. അപ്പോൾ ചിലർക്ക് വൈകിയാണ് ബോധം വരുന്നത്. വിട്ടുമാറാത്ത ചില ദുർനിമിത്തങ്ങളും അതുകൂടാതെ വീട്ടിൽ ചില ദുരിതങ്ങളും ഒക്കെ അടിക്കടി ഉണ്ടാകുമ്പോഴാണ് ചിലവർക്ക് ബോധം വരും. അയ്യോ, ഞാൻ ഇന്ന വഴിപാട് നേർന്നിട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പം മനഃപൂർവ്വമല്ല ദേവതമാരെ നമ്മളെ വിരുദ്രവിക്കുന്നത്. അവർ അവരുടേതായ അനിഷ്ടതകൾ കാണിക്കുകയാണ്. നമുക്കത് ദുർനിമിത്തങ്ങളായി വന്ന് സംഭവിക്കും. അതാണ് അവിടെ വരുന്നത്. അപ്പം ചിലർ നേർന്നിട്ടും നടത്താൻ മറന്നു പോകും. അവരിൽ ചിലർ മരിച്ചു പോയെന്നും വരും. ഇതിങ്ങനെ വഴിപാട് നേർന്നിട്ടിട്ട് അത് നടത്താൻ സാധിക്കാതെ മരിച്ചു പോയവരും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ദോഷം ആ കുടുംബത്തിനല്ലേ, അത് കുടുംബത്തിന് ദോഷമായിട്ട് വരും. അപ്പോൾ വഴിപാടുകൾ നേർന്നാൽ അത് വെച്ച് താമസിപ്പിക്കരുത്, അത് സമയത്തിന് കൊടുക്കണം. കാര്യം കഴിയുമ്പോൾ മറക്കുന്ന സ്വഭാവം നന്നല്ല. അത് മനുഷ്യരായാലും ദൈവമായാലും ശരിയാണ്, ഇല്ലേ? മനുഷ്യരാണെങ്കിലും ദൈവങ്ങളാണെങ്കിലും നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ? അത് ദൈവത്തിനാണെങ്കിലും മനുഷ്യനാണെങ്കിലും കൊടുക്കണം. മനുഷ്യനാണെങ്കിൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളോട് ചോദിക്കും, എന്തായാലും തരാമെന്ന് പറഞ്ഞാൽ തന്നില്ലല്ലോ, ഇല്ലേ? ദൈവം അങ്ങനെ വന്ന് നമ്മളോട് ചോദിക്കില്ല. പക്ഷേ ചില നിർനിമിത്തങ്ങൾ നമ്മളെ കാണിച്ചു തരും. ഇപ്പോൾ വിഷ്ണുമായയൊക്കെ സംബന്ധിച്ചും അതേപോലെ തന്നെ ചില മൂർത്തികളെയൊക്കെ സംബന്ധിച്ച്, ഭദ്രകാളിനെ സംബന്ധിച്ച് ചില അവരൊക്കെ കൊടുക്കാമെന്ന് കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ അത് ചില മായ കാഴ്ചകൾ കാണിച്ച് നമ്മളെ പേടിപ്പിക്കല്ല, ചില മായ കാഴ്ചകൾ നമ്മളെ കാണിക്കുമ്പോൾ നമുക്കത് പേടിയാവും, അല്ലേ? നമുക്കത് പേടി വരും. അവർ പേടിപ്പിക്കുന്നതല്ല,
അപ്പം നമുക്കത് പേടിയായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാതെ നിൽക്കുമ്പോൾ വരും ദൈവങ്ങളിൽ നിന്ന്. അപ്പോൾ അതിന് കൊടുക്കരുത്, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ അതാണ് കാരണന്മാർ പറയുന്നത്, ആന കൊടുക്കാമെന്ന് പറഞ്ഞാലും ആശ കൊടുക്കരുതെന്ന് പറയണം. കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ വഴിപാട് നേർന്നാൽ അത് ദൈവത്തിനാണെങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്കണം, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.